നമസ്കാരം. നമ്മളെല്ലാവരും ഇപ്പം വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ലെറ്റ്യൂസ്, അതുപോലുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അപ്പം ഇങ്ങനെയുള്ള ലെറ്റ്യൂസ്, സ്പിനാച്ച് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഹൈഡ്രോപോണിക്സ് എന്ന ടെക്നോളജിയിലൂടെ പോളി ഹൗസിൽ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ കൃഷി ചെയ്ത് വൻ വിജയം കൈവരിച്ച ഒരു വനിതാ സംരംഭകയാണ് സുജ. അദ്ദേഹത്തിൻ്റെ ഫാമിലെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. വെറും 11 സെന്റ് സ്ഥലം, 28 ദിവസത്തെ പരിപാലനം, മാസത്തിൽ ലഭിക്കുന്നത് 1 ലക്ഷത്തിലേറെ രൂപ വരുമാനം. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. എന്നാൽ മണ്ണില്ലാതെ വെള്ളത്തിൽ പൊന്നു വിളയിച്ച് വൻ വിജയം കൊയ്യുകയാണ് കൊല്ലം സ്വദേശി സുജ. നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഈ ഹൈഡ്രോപോണിക്സിനെ കുറിച്ച് ഉള്ള ആശയം മനസ്സിലേക്ക് കയറിയത്. അതല്ലാതെ കൃഷി എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ചെറുപ്പം മുതലേ, അത് പെട്ടെന്നുണ്ടായ ഒരു ഇതല്ല. ഒരു ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ ഉള്ള ആശയവും അല്ല. അപ്പം ചെറുപ്പം മുതലേ കൃഷി ഒരു ഇഷ്ടമുള്ള ഒരു ഏർപ്പാടാണ്. എനിക്കൊരു 3.5 ഏക്കറോളം എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ ഒരു ഫാം തന്നെയുണ്ട്. പിന്നെ ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാഹചര്യം കൊണ്ട് നമുക്ക് ജോലി ചെയ്ത സ്ഥലത്തുനിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിൽ കുറച്ചുകൂടെ ഇതായിട്ട് നമുക്ക് ചെയ്യണം തോന്നിയാണ് ഇത് തന്നെ തെരഞ്ഞെടുത്തത്. നമുക്ക് ഇതിന്ന് ഏകദേശം 700 to 800 കിലോഗ്രാം മന്ത്ലി ഇല്ല, ഒരു 40-45 ഡേയ്സ് ഗ്യാപ്പിൽ നമുക്ക് ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിലേക്ക്. വെറൈറ്റീസ് ഒന്ന് പാലക്കുണ്ട്, പിന്നെ ജർജീറുണ്ട്, പിന്നെ ഇറ്റാലിയൻ ബേസിലുണ്ട്, റൊമെയിൻ ആൻഡ് ബാട്ടിയ എന്ന് പറഞ്ഞ 2 ഇനം ലെറ്റ്യൂസ് ഉണ്ട്. മാർക്കറ്റിംഗ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ആൾക്കാര് ഓർഡർ തരാറുണ്ട്. അപ്പം ഞാൻ കൊണ്ട് കൊടുക്കും. ഈവൻ ഒരു സിംഗിൾ പാക്കറ്റ് ആണെങ്കിൽ കൂടെ ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ ഉള്ളത് ഹോൾസെയിൽ പ്രൈസിൽ ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് പോകുന്ന, അത് ട്രിവാൻഡ്രം, കൊച്ചി, പിന്നെ പുനലൂര് ഒക്കെ പോവാറുണ്ട്. പ്രവാസി ജീവിതവും ബിടെക് IT ബിരുദവും മാറ്റിവെച്ചാണ് കൊല്ലം ചെറുപൊയ്ക സ്വദേശിനിയായ KS സുജ ഹൈഡ്രോപോണിക്സ് കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. 6000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പോളി ഹൗസിൽ മണ്ണില്ലാതെ വെള്ളത്തിലൂടെ പോഷകങ്ങൾ നൽകുന്ന ആധുനിക രീതിയിലാണ് ഈ ലെറ്റ്യൂസ് കൃഷി. നെതർലാൻഡ്സിൽ നിന്നെത്തിച്ച ബട്ടാവിയ, റൊമൈൻ എന്നീ മികച്ച ഇനം ലെറ്റ്യൂസുകളാണ് ഇവിടെ തഴച്ചു വളരുന്നത്. ഒരു തരി മണ്ണ് പോലും തൊടാതെ കൃത്യമായി സജ്ജീകരിച്ച 18 മേശകളിലായി 7000-ഓളം ചെടികൾ നട്ട് കൃത്യം 28 ദിവസം കൊണ്ട് വിളവെടുക്കാം. കിലോയ്ക്ക് 110 രൂപ മുതൽ 160 രൂപ വരെ വില ലഭിക്കുന്ന ഈ ലെറ്റ്യൂസ് കൃഷിയിലൂടെ സുജയ്ക്ക് ഇപ്പോൾ പ്രതിമാസം ലഭിക്കുന്നത് 1 ലക്ഷത്തിലേറെ രൂപയാണ്. ഈ സബ്സിഡി ഇപ്പം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഫണ്ട് ഉണ്ട്, സബ്സിഡി ഉണ്ട്. അപ്പൊ ഈ സബ്സിഡി എന്ന് കേൾക്കുമ്പോൾ ഉടനെ ചാടി ഇറങ്ങാതെ നന്നായിട്ടൊന്ന് പഠിക്കുക. ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രോസ് ആൻഡ് കോൺസ് ഉള്ളത്, അത് എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ, അത് പിന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, അത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഒരു സ്റ്റഡി നടത്തണം. പിന്നെ കേരളത്തിലെ ഹൈഡ്രോപോണിക്സ് ഫാമുകൾ എന്തുകൊണ്ട് കൂടുതലും പൂട്ടിപ്പോയ കണക്കുകളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പം എന്തുകൊണ്ട് പൂട്ടിപ്പോയി അതാണ് നമുക്ക് അറിയേണ്ടത്. എന്തുകൊണ്ട് സക്സസ് ആയി എന്നുള്ളതല്ല അറിയേണ്ടത്. എന്തുകൊണ്ട് ഇത് ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ അറിയാൻ നോക്കണം. അപ്പൊ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല, ഉള്ള പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്കങ്ങനെ ഒത്തിരി സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒത്തിരി വെല്ലുവിളികളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു ഫംഗൽ അറ്റാക്ക് ആയിരുന്നു. ഒരു ടേബിള് ചെടികൾ മൊത്തം നശിച്ചു പോയി. അത് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. വേറൊന്നും എന്നെ സംബന്ധിച്ച് അങ്ങനെ വന്നിട്ടില്ല. കാരണം ഞാൻ അതുപോലെയാണ് പ്ലാന്റ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നതും പിന്നെ ഇതിനകത്തുള്ള വിസിറ്റേഴ്സിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതും എല്ലാം ഞാൻ അതുപോലെ ചെയ്യും. കാരണം ഇത് എന്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിന്റെ ഫെയിലിയർ ആയാലും സക്സസ് ആയാലും അത് എന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി നല്ലപോലെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിന്റെ മുൻകരുതലുകൾ എടുക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു ഒറ്റ ഫാമിന് വേണ്ടിയിട്ട് നമുക്ക് ചെലവായത് 40 ലക്ഷം രൂപയാണ് വിത്ത് ജനറേറ്റർ കൂടെ ചേർത്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്.
അല്ലാതെ സ്ട്രക്ചർ മാത്രം ഒരു 33-34 ലാക്സിനുള്ളിലായി. സ്ട്രക്ചറും NFT സിസ്റ്റവും എല്ലാം കൂടെ ചേർന്ന്. ഇത്രയും കോസ്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് ഇത്രയായി. കൃഷിഭവന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇതെല്ലാം കൃഷിഭവന്. ഇപ്പം ഫ്രൂട്ട് ഫാം ഞാൻ പറഞ്ഞല്ലോ, ഓപ്പൺ ഫീൽഡിൽ എനിക്ക് ഫ്രൂട്ട് ഫാം ഉണ്ട്, എക്സോട്ടിക് ഫ്രൂട്ട് ഫാം ഉണ്ട്. അപ്പൊ ആ സമയത്തൊന്നും എനിക്ക് അറിയത്തില്ല കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടണമെന്നും കൃഷിഭവനിൽ ചോദിക്കണം, നമ്മൾ അറിയിക്കണം, അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ തുടങ്ങി എല്ലാം ചെയ്തു. പിന്നെ ഈ ഫാമിന്റെ കൺസ്ട്രക്ഷൻ വന്നപ്പോഴാണ് എന്നോട് കൃഷിഭവനുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം കൃഷിഭവനുമായിട്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നല്ല സപ്പോർട്ടാണ് കൃഷിഭവന്. പൂർണ്ണമായും കീടനാശിനി മുക്തമായതിനാൽ സൂപ്പർ മാർക്കറ്റുകളിലും പ്രമുഖ ഹോട്ടലുകളിലും സുജിയുടെ ലെറ്റ്യൂസിന് ആവശ്യക്കാർ ഏറെയാണ്. പ്രമേഹ രോഗികൾക്കും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്രദമായ ഈ സാലഡ് ചീരയ്ക്ക് വിപണിയിൽ വൻ ഡിമാൻഡാണ് ഉള്ളത്. ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക പിന്തുണയും സുജയുടെ കൃത്യമായ പ്ലാനിങ്ങും ചേർന്നപ്പോൾ ഈ പരീക്ഷണം വൻ വിജയമായി മാറി. ബ്ലൂബെറിയും റാസ്ബെറിയും ഉൾപ്പെടെയുള്ള വിദേശ പഴങ്ങളും ഈ കർഷക കൃഷി ചെയ്യുന്നുണ്ട്. ആഗ്രഹവും കൃത്യമായ പഠനവും ഉണ്ടെങ്കിൽ ഹൈടെക് കൃഷിയിലൂടെ മലയാളിക്കും സ്വന്തം നാട്ടിൽ വിജയം കൊയ്യാമെന്ന് തെളിയിക്കുകയാണ് സുജ.